CPM-നെ എല്ലാം പിൻവാതിൽ നിയമനങ്ങൾ തന്നെയാണ്. എന്ന് തീരും ഈ പിൻവാതിൽ നിയമനങ്ങൾ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ IHRD ഡയറക്ടറാക്കാൻ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയെന്ന ആരോപണവുമായി സാങ്കേതിക സർവകലാശാല ഡീൻ രംഗത്തെത്തിയിരിക്കുകയാണ്. IHRD ഭേദഗതി വരുത്തിയെന്ന് കാണിച്ച് ഡീൻ ഹൈക്കോടതിയിൽ ഹർജിയും നൽകി. സംസ്ഥാന സർക്കാർ IHRD AICTE തുടങ്ങിയ എതിർകക്ഷികളോട് കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാനായിട്ട് രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ സർക്കാർ കയറുന്നതിന് മുൻപ് നടന്ന ഒരു നിയമനമാണ് ഇത്. അന്നു മുതൽ തന്നെ CPM ഇത്തരത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഈ ഡീൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രജനി, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ ഡയറക്ടറാക്കാൻ വേണ്ടിയിട്ട് IHRDയുടെ നിയമന ഭേദഗതി, അതായത് IHRD ഭേദഗതി ശുപാർശ നൽകിക്കൊണ്ട് സർക്കാർ അത് ഉത്തരവിറക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ സാങ്കേതിക സർവകലാശാല ഡീൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് IHRD ഡയറക്ടർ സ്ഥാനത്തേക്ക് അധ്യാപന പരിചയം വേണമെന്നുള്ളത് നേരത്തെയുള്ള മാനദണ്ഡത്തിൽ പ്രധാനമായിരുന്നു. പക്ഷേ അരുൺകുമാറിന് വേണ്ടിയിട്ട് അഡീഷണൽ ഡയറക്ടറുടെ പ്രവൃത്തി പരിചയം മതി എന്നുള്ള ഒരു പുതിയ ഭേദഗതി വരുത്തുകയാണ് ഉണ്ടായത്. ഈ ഭേദഗതിക്ക് അനുസരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കുകയും പിന്നീട് ഈ ഡയറക്ടർ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു. ഈ വിജ്ഞാപനവും അതോടൊപ്പം തന്നെ ഈ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡീൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഹർജിയിൽ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതി നിലവിൽ IHRDയോടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ AICTE തുടങ്ങി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും അവരോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. 2023 ഡിസംബർ 13 ഇത്തരത്തിൽ IHRD ഡയറക്ടർക്കുള്ള യോഗ്യതാ ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് IHRDയുടെ മാനദണ്ഡ പ്രകാരം അല്ലെങ്കിൽ IHRDയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല ഇത്തരത്തിൽ ഭേദഗതിക്ക് ശുപാർശ നൽകേണ്ടത്, മറിച്ച് ഗവേണിംഗ് ബോഡിയാണ്. 23 അംഗ ഗവേണിംഗ് ബോഡിയാണ് ഈ ഭേദഗതി ശുപാർശ നൽകേണ്ടത്. പക്ഷേ ഇവിടെ അരുൺകുമാറിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു ഭേദഗതി ശുപാർശ സർക്കാരിന് മുന്നിലേക്ക് വെച്ചത്. ഇത് അരുൺകുമാറിന് അധ്യാപന പരിചയമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അഡീഷണൽ ഡയറക്ടർ പദവി മാത്രം വഹിച്ചാൽ മതി, അല്ലെങ്കിൽ അത്തരമൊരു പരിചയം മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് പുതിയതായിട്ട് ഭേദഗതിക്ക് ശുപാർശ IHRD നൽകുകയായിരുന്നു. അതും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇത്തരമൊരു ശുപാർശ സർക്കാരിനെ മുന്നിലേക്ക് വെച്ചത്. സർക്കാർ ഇത് ഒന്നും നോക്കാതെ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു എന്ന് പോലും നോക്കാതെ അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും അതിനനുസൃതമായിട്ട് തന്നെ, അതായത് രേഷ്മ, യോഗ്യതയുള്ളവർ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയത് സർക്കാർ. തീർച്ചയായിട്ടും, കാരണം യോഗ്യതയുള്ള നിരവധി പേർ നിൽക്കുക തന്നെയാണ് ഇത്തരത്തിൽ അരുൺകുമാറിന് വേണ്ടിയിട്ട് ഭേദഗതി വരുത്താനുള്ള ഒരു നടപടിയിലേക്ക് IHRD എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതോടൊപ്പം സർക്കാർ മുന്നോട്ട് പോയത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ ഈ ഭേദഗതി ശുപാർശ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിൽ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. ഗവേണിംഗ് ബോഡി, അതായത് ഏതൊരു സ്ഥാപനത്തിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ഗവേണിംഗ് ബോഡിയാണ് തീരുമാനം എടുക്കേണ്ടതെങ്കിൽ അതിന് അനുസൃതമല്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ചട്ടവിരുദ്ധമാണ്. ഈ ഒരു ചട്ടവിരുദ്ധതയാണ് നിലവിൽ ഡീൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഈ ഭേദഗതി ഉത്തരവ്, സർക്കാരിന്റെ ഭേദഗതി ഉത്തരവ് നിലനിൽക്കുന്നതല്ല, അത് റദ്ദാക്കണം. അതിനനുസൃതമായിട്ട് സർക്കാർ ഇറക്കിയ വിജ്ഞാപനം, അതായത് താൽക്കാലിക ഡയറക്ടറായിട്ടായിരുന്നു അരുൺകുമാറിന് ചുമതല ഉണ്ടായത്. നിലവിൽ സ്ഥിരമായിട്ടുള്ള ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള വിജ്ഞാപനമാണ് ഇറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അരുൺകുമാറിന് വേണ്ടിയിട്ട് പുതിയ ഭേദഗതി അത് ഉത്തരവായി ഇറങ്ങിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അഡീഷണൽ ഡയറക്ടർ പദവിക്ക് തുല്യമായിട്ടുള്ള പരിചയമുള്ള അരുൺകുമാറിനെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാപനം നിയമവിരുദ്ധമായതിനാൽ റദ്ദാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ്. രേഷ്മ, ഒരു കാര്യം അറിയേണ്ടത്, ഇത് ഏത് സമയത്തായിരുന്നു ഇങ്ങനെ അരുൺകുമാറിനെ IHRD ഡയറക്ടറാക്കാനുള്ള യോഗ്യതയിൽ ഭേദഗതി വരുത്തിയത് എന്നാണ്? അത് ഏത് വർഷത്തിലാണ് സംഭവിച്ചത്? ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് ഈ സാങ്കേതിക സർവകലാശാല ഡീൻ ഈ കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ല എന്നടക്കമുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഈ ഒരു അവസരത്തിൽ ഉയരുന്നത്.
രജനി, ഇത് സംബന്ധിച്ച് യോഗ്യതാ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 13-നാണ്. അതിനനുസൃതമായിട്ട് തന്നെ മുഴുവൻ സമയ ഡയറക്ടർ പദവിയിലേക്ക് നിയമനം അത് ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഈ വിജ്ഞാപനം ഇറങ്ങിയതോടുകൂടിയാണ് ഈ ഒരു ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ട് ഡീൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ യോഗ്യതാ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അത് നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു വാദത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണ് ഹർജിക്കാരൻ. പ്രധാനമായിട്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് യോഗ്യത ഭേദഗതി ചെയ്യാൻ സർക്കാരിന് ശുപാർശ നൽകിയത്. സാധാരണഗതിയിൽ മാത്രമല്ല, നിയമാനുസൃതം IHRDയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ വ്യവസ്ഥകൾ അനുസരിച്ച് ഗവേണിംഗ് ബോഡിക്കാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഈ IHRDയുടെ ഏതെങ്കിലും നിയമന ഭേദഗതിയിലോ ശുപാർശകളോ ഒക്കെ വരുത്താനുള്ള അധികാരമുള്ളത്. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുത്തിയ ശുപാർശ അത് അംഗീകരിക്കാൻ സർക്കാരിന് സാധിക്കത്തില്ല. നിയമവിരുദ്ധമായിട്ടുള്ള ഈ നടപടി വെച്ചിട്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് അത് സ്വാഭാവികമായിട്ടും അത് നിയമവിരുദ്ധമാകും. അങ്ങനെ ആകുമ്പോൾ അത് റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് ഡീൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിനനുസൃതമായിട്ടുള്ള വിജ്ഞാപനവും റദ്ദാക്കപ്പെടണമെന്നുള്ള ആവശ്യവും ഡീൻ ഹൈക്കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ താൽക്കാലിക ഡയറക്ടറാണ് നിലവിൽ അരുൺകുമാർ. ഈ അരുൺകുമാറിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഭേദഗതി വരുത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അധ്യാപന പരിചയത്തിന് പകരം അരുൺകുമാറിന് അധ്യാപന പരിചയമില്ല, അതുകൊണ്ട് തന്നെ അഡീഷണൽ ഡയറക്ടറുടെ പ്രവൃത്തി പരിചയം. എന്തായാലും ഈ ഹർജിയെ തുടർന്ന് IHRD, AICT തുടങ്ങിയ സംസ്ഥാന സർക്കാർ തുടങ്ങിയ എതിർകക്ഷികളോടൊക്കെ തന്നെ കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഒപ്പം അരുൺകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ വ്യക്തത എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ? രജനി, പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ഹർജിയിൽ എതിർകക്ഷികളായിട്ടുള്ള സംസ്ഥാന സർക്കാർ, അതോടൊപ്പം തന്നെ IHRD, AICT എന്നിവരോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുള്ളത്. ഇവരുടെ വിശദീകരണത്തിനനുസൃതമായിട്ടായിരിക്കും ഇനി ഹർജിയിലെ തുടർ നടപടികൾ കോടതി സ്വീകരിക്കുക. മാത്രമല്ല, ഈ നിയമാനുസൃതമായിട്ടാണോ ഇത്തരത്തിൽ പുതിയ ഭേദഗതി വരുത്തിയിട്ടുള്ളത്? ഈ ഭേദഗതി ശുപാർശ നൽകിയതിലും വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായേക്കും. മാത്രവുമല്ല, AICTയുടെ നിലപാടും ഇതിൽ പ്രസക്തമാണ്. എന്തായാലും പ്രാഥമിക നടപടിയായിട്ട് വിശദീകരണം തേടിയിട്ടേ ഉള്ളൂ. ഈ എതിർകക്ഷികളുടെ വിശദീകരണം ഏത് വിധത്തിലാണ് എന്നതിന് ശേഷമായിരിക്കും ഈ തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുക. ശരി, എന്തായാലും പിൻവാതിൽ നിയമനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അവസാനത്തിലാണ് VS അച്യുതാനന്ദന്റെ മകൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ IHRD ഡയറക്ടറാക്കാൻ യോഗ്യതയിൽ ഭേദഗതി വരുത്തി എന്ന ആരോപണവുമായി സാങ്കേതിക സർവകലാശാല ഡീൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. IHRD ഭേദഗതി വരുത്തിയെന്ന് കാണിച്ചാണ് ഡീൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ, IHRD, AICT തുടങ്ങിയ എതിർകക്ഷികളോട് കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.